നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരുന്നതാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്. അപ്പോൾ അതിൻ്റെ വിജ്ഞാപനം നിലവിലെ കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 486/2022 ആണ് കാറ്റഗറി നമ്പറായിട്ട് വരുന്നത്. പക്ഷേ ഇതിൽ നിലവിലുള്ള ലിസ്റ്റിൽ ഇതുവരെ 728 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത്. നിലവിലുള്ള ലിസ്റ്റിൽ 728 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട്. ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുമ്പോൾ 2023 സെപ്റ്റംബർ 27 വരെയാണ് കേട്ടോ. മാത്രമല്ല അപേക്ഷിക്കാനുള്ള അവസരം അത് ഇതുവരെ കേരള PSCയുടെ സൈറ്റിൽ വന്നിട്ടില്ല. അപ്പോൾ സാധാരണ കാണും പോലെ തന്നെ ഒരു കാറ്റഗറി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 2 ദിവസത്തിനകത്ത് തന്നെ എന്തായാലും ഈ ഒരു 486/2022 എന്ന് പറയുന്ന കാറ്റഗറി നമ്മുടെ പ്രൊഫൈലുകളിൽ ഉണ്ടാവും. അപ്പോൾ ആ പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള PSC അപ്ഡേറ്റുകളും ക്ലാസ്സുകളും ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വാർത്തയൊന്ന് വായിച്ചു നോക്കാം. കേരളത്തിലെ വിവിധ സർവകലാശാലകളിലെ താഴെ പറയുന്ന ഉദ്യോഗത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഓൺലൈനായി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നു. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ വകുപ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കേരള സർവകലാശാലയാണ്, യൂണിവേഴ്സിറ്റിയാണ്. ഉദ്യോഗ പേര് അസിസ്റ്റൻ്റ്, അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് തന്നെയാണ്. ശമ്പളം 39,000 രൂപ മുതൽ 83,000 രൂപ വരെ വരുന്ന ശമ്പള സ്കെയിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിനും വരുന്നത്. ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത് പ്രതീക്ഷിത ഒഴിവുകളാണ്, ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആവശ്യത്തിന് വേക്കൻസീസ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ വിജ്ഞാപന പ്രകാരം തയ്യാറെടുക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുന്ന തീയതി മുതൽ ഏറ്റവും കുറഞ്ഞത് 1 വർഷവും കൂടിയത് 3 വർഷവും നിലവിലിരിക്കുന്നതാണ്. എന്നാൽ 1 വർഷത്തിന് ശേഷം ഇതേ ഉദ്യോഗത്തിന് ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടുകയാണെങ്കിൽ ആ തീയതി മുതൽ ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കപ്പെടുന്ന ലിസ്റ്റ് പ്രാബല്യത്തിലുണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ മുകളിൽ കാണിച്ചിട്ടുള്ള ഒഴിവുകളിലേക്കും ലിസ്റ്റ് പ്രാബല്യത്തിലിരിക്കുന്ന സമയത്ത് എഴുതി അറിയിക്കപ്പെടുന്ന കൂടുതൽ ഒഴിവുകളിലേക്കും ഈ ലിസ്റ്റിൽ നിന്നും നിയമനം നടക്കുന്നതാണ്. അപ്പോൾ എന്ത് തന്നെയായാലും നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ നിലവിലിപ്പോൾ കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പ്രൊഫൈലിലേക്ക് വരാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സമയം എന്തായാലും എടുക്കും. അപ്പോൾ നിയമന രീതി നേരിട്ടുള്ള നിയമനം തന്നെയാണ്. പ്രായപരിധി ചോദിക്കുകയാണെങ്കിൽ 18 മുതൽ 36 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. 2/1/1986 1/1/2004 ഇടയിൽ ജനിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് കേട്ടോ. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും അടുത്ത ഡിഗ്രി പ്രിലിംസും തീർച്ചയായിട്ടും ഉടനെ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വീഡിയോക്കകത്ത് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു PDF ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും സംശയമുള്ളവർ ഡയറക്റ്റായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. അതിലേക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അപ്പോൾ അതിലേക്കുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.